നമുക്കിപ്പോൾ അറിയാമല്ലോ, ഐ ലീഗ് വിൻ ചെയ്യുന്ന ടീമിന് ഒരു ചാമ്പ്യൻഷിപ്പ് കിട്ടുന്നതിനുപരി ഒരു ISLലേക്കുള്ള പ്രൊമോഷൻ കൂടിയുണ്ട്. കഴിഞ്ഞ വർഷമാണ് അത് ആദ്യമായിട്ട് വന്നത്. പഞ്ചാബ് എഫ് സി വന്നു, ഇത്തവണ നോക്കുമ്പോൾ മുഹമ്മദ് അൻസും വന്നു. സോ എപ്പോഴും അതിലേക്കൊരു ഫൈറ്റ് കൊടുക്കുന്നൊരു ടീമാണ് ശ്രീനിധി ഡക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈദരാബാദിൽ നിന്നുള്ള ക്ലബ്ബാണ്. അപ്പം അവർ കഴിഞ്ഞ 3 വർഷത്തിൽ നോക്കിയാൽ 2 വട്ടം സെക്കൻഡ് പ്ലേസിലും 1 വട്ടം തേർഡ് പ്ലേസിലും വന്നു. അവർക്ക് അത്ര തന്നെയൊക്കെ പഴക്കമേ ഉള്ളൂ. എന്താണെങ്കിലും ഇത്തവണയും ആ ഒരു ഫൈറ്റ് കൊടുക്കാൻ ഏറ്റവും മുമ്പിൽ അവരുണ്ടാകുമെന്നുള്ളതാണ് അവരുടെ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ്. കാരണം ഇന്റർ കാഷി കിഡിലനായിട്ട് ഒരു റിക്രൂട്ട്മെൻറ്റ്സും കോച്ചിനെയൊക്കെ എത്തിക്കുന്ന നമ്മൾ സംസാരിച്ചാണ്. അതുപോലെ ഗോകുലത്തിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചാണ്. എന്നാൽ ഇപ്പോൾ ശ്രീനിധി അതിനേക്കാൾ അടിപൊളിയായിട്ട് ചില സൈനിങ്സ് നടത്തുന്നു, മികച്ച കോച്ചിനെ എത്തിക്കുന്നു എന്നൊക്കെയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഡൊമിംഗോ റാമോസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പാനിഷ് കോച്ചിനെ എത്തിക്കുന്നു. അദ്ദേഹത്തിന് ഐ ലീഗ് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഇപ്പോൾ ഗോകുലം കേരള കഴിഞ്ഞ സീസണിലൊക്കെ പരിശീലിപ്പിച്ചതാണ്. ഇവൻ തേർഡ് ഒക്കെ ഫിനിഷ് ചെയ്തിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു കോച്ചിനെ മാത്രമല്ല, മികച്ച താരങ്ങളെ കൂടി അവർ ഇത്തവണ എത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആംഗൽ ഒറീലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പനാമൻ താരത്തെ എത്തിക്കുന്നു. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടുള്ള താരമാണ്, 23 വയസ്സേ ഉള്ളൂ. ഈ പനാമ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് വെറുതെ വരുന്നൊരു പ്ലെയർ അല്ല. പനാമയ്ക്ക് വേണ്ടി സമീപകാലത്ത് തന്നെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതുപോലെ പനാമയുടെ തൊട്ട് മുന്നത്തെ അണ്ടർ 23 ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു എന്നുള്ളതാണ്. ഈ 2023-24 വർഷങ്ങളിലായിട്ട് അവർക്ക് വേണ്ടി ഒരുപാട് മത്സരങ്ങളിൽ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്. അതിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ജപ്പാൻ, മൊറോക്കോ, സൗദി, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെ എതിരെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. പനാമ എന്ന് പറയുമ്പോൾ 30s ഉള്ള ഒരു ഫിഫ റാങ്കിലുള്ളൊരു രാജ്യമാണ്. അവിടുത്തെ പറഞ്ഞാൽ ഇൻ്റർനാഷണലാണ്, അണ്ടർ 23 ക്യാപ്റ്റനാണെന്ന് പറയുമ്പോൾ എത്തിക്കുമ്പോഴത്തേക്കും ഒരു കിഡിലൻ റിക്രൂട്ട്മെൻറ്റ്. ഇപ്പോൾ നമുക്കൊരു ISLൽ പോലും ഒരു ക്ലബ്ബ് എത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു സ്ഥാനത്താണ് ഐ ലീഗ് ക്ലബ്ബ് എത്തിക്കുന്നത്. എങ്ങനെ ഈ ഒരു താരത്തെ ഇത്രയും ഒരു പ്രൊഫൈലുള്ളൊരു പ്ലെയറെ കൺവിൻസ് ചെയ്ത് ഐ ലീഗിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് തീർത്തും ഒരു കയ്യടി അറിയിക്കുന്നു. എന്താണെങ്കിലും അവരുടെ ഒരു അംബീഷൻ, ശ്രീനിധിയുടെ ഒരു അംബീഷൻ തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം കളിച്ചത് ലീഗ് 2-ൽ കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ലാസ്റ്റ് സീസണിൽ അദ്ദേഹം 16 മാച്ചിൽ നിന്ന് 2 ഗോളൊക്കെയാണ് അടിച്ചിട്ടുള്ളത്. സോ അതിന് മുമ്പ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മെക്സിക്കൻ ലീഗിൽ കളിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ അദ്ദേഹത്തിന് പനാമയിലെ തന്നെയുള്ള ലീഗിൽ കളിച്ചിരുന്നു, കൊളംബിയൻ ലീഗിൽ കളിച്ചിരുന്നു. അങ്ങനത്തെ ഒരു ടോപ്പ് എക്സ്പീരിയൻസ് തന്നെ പല ലീഗുകളിൽ കളിച്ചിട്ടുണ്ട്. എങ്കിൽ പറഞ്ഞ പോലെ വളരെ യങ്ങായിട്ടുള്ള, ഇപ്പോൾ 23 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ളൊരു താരമാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ എ ലീഗ് ക്ലബ്ബായിട്ടുള്ള മെൽബൺ വിക്ടറിയിൽ നിന്ന് ബൊനാവ്യാസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ, ഇദ്ദേഹത്തിൻ്റെയും ചില റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ബട്ട് എന്തെങ്കിലും കുറച്ചും കൂടി റിലയബിൾ സൈഡിൽ നിന്ന് വന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കുന്നതാണെന്ന് തോന്നുന്നു. കാരണം എ ലീഗിൽ നിന്ന് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ഗ്രേറ്റ് റിക്രൂട്ട് തന്നെ ആയിരിക്കും. ഈ ഒരു താരത്തെ എത്തിച്ചെങ്കിൽ ഉറപ്പായിട്ടും എ ലീഗിൽ നിന്ന് നമ്മൾ ശ്രീനിധി എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ISL എക്സ്പീരിയൻസ് ആയിട്ടുള്ള എലിസാബി ഈ വർഷം അവരോടൊപ്പം ഉണ്ടാകും. അതുപോലെ ഡേവിഡ് കസ്റ്റനേഡ എന്ന് പറഞ്ഞിട്ടുള്ള കൊളംബിയൻ സ്ട്രൈക്കർ, ഇപ്പോൾ ലാസ്റ്റ് സീസണിൽ 11 ഗോൾസ് അടിച്ചു, അതിന് മുന്നത്തെ സീസണിൽ 17 ഗോൾസ് അടിച്ചു. ഒക്കെ അങ്ങനത്തെ ഒരു എനിക്ക് ISL പോലും കളിക്കാനൊരു കേപ്പബിലിറ്റി ഉള്ള സ്ട്രൈക്കർ എന്ന് തോന്നിയുള്ള ഒരു പ്ലെയറാണ് ഡേവിഡ് കസ്റ്റനേഡ. അപ്പം അങ്ങനൊരു താരം അവരുടെ ടീമിനോടൊപ്പം ഉണ്ട്. അപ്പം നല്ല നല്ല റിക്രൂട്ട്മെൻറ്റ്സ് ആണ് നടത്തുന്നത്. ഇനി വിദേശ താരങ്ങളുടെ കാര്യം മാത്രമല്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. ഇന്ത്യൻ താരമായിട്ടുള്ള അജയ് ഛേത്രിയെ കൂടി എത്തിക്കുന്നു. നമുക്കറിയാം BFCയുടെ പ്ലെയറാണ്. അദ്ദേഹം ലോണിൽ പല ക്ലബ്സിലും കളിച്ചു. ഇപ്പം സമീപകാലത്ത് ഈസ്റ്റ് ബംഗാളിലൊക്കെ ലാസ്റ്റ് സീസൺ കളിച്ചിരുന്നു. ഈസ്റ്റ് ബംഗാൾ ലാസ്റ്റ് സീസൺ നല്ല പെർഫോമൻസ് ഒക്കെ അദ്ദേഹം നടത്തിയിരുന്നു. ഈ ഒരു താരത്തെ 25 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, ഒരു സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടുള്ള താരമാണ്. ഒരു നല്ല അഡീഷൻ തന്നെ എന്ന് ഞാൻ പറയും. കാരണം നന്നായിട്ട് കഴിഞ്ഞ സീസൺ ISL കളിച്ച കൂടി പ്ലെയർ ആയതുകൊണ്ട് തന്നെ. അപ്പം എന്താണെങ്കിലും ശ്രീനിധി ഡക്കാൻ്റെ പുറപ്പാട് കഴിഞ്ഞ 3 വർഷങ്ങളിൽ അവർക്ക് ജസ്റ്റ് നഷ്ടപ്പെട്ടു പോയ, കാരണം കഴിഞ്ഞ വർഷം മുഹമ്മദിനുമായിട്ട് ഏറ്റവും ഒരു കോമ്പറ്റീഷൻ, ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ക്ലബ്ബായിരുന്നു ശ്രീനിധി. അപ്പോൾ ഇത്തവണ അത് ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി കാണിക്കാൻ സനിയ.